യജമാനോ? വാ യജമാനെ, നിങ്ങൾ ആഗ്രഹിച്ച രാജ്യം, ഈ മനോഹര രാജ്യം നിങ്ങൾക്കുള്ളതാ. എന്തു പറ്റി? എന്റെ സൗന്ദര്യത്തിൽ എന്താ ഒരു കുറവ്? നിന്റെ സൗന്ദര്യത്തിൽ സ്ത്രീത്വം വിളയുന്നില്ലടി. മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ച? സിംഹം ഉറങ്ങിക്കിടക്കുമ്പോ മാൻ വന്ന് സിംഹത്തിന്റെ വയൽ തലവെച്ചാൽ സിംഹം അതിനെ ഒന്നും ചെയ്യില്ല. മാൻ പേടിച്ചോടണം, സിംഹം അതിനെ വേട്ടയാടണം. മാന്റെ രക്തം തിളച്ച് ചൂടാവണം. ആ ചൂടുള്ള ചോര കുടിച്ചാൽ അപ്പോ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, ഞാൻ ആ സിംഹത്തെ പോലെയാ. അങ്ങനെയുള്ള എന്നെ കണ്ടാ നീ പേടിച്ച് വിറച്ച് നല്ല ബഹുമാനത്തോടെ നിൽക്കണം. ആ ഭയത്തിൽ നിന്റെ നളിനമാർന്ന ഭംഗിയും പിന്നെ തേജസ്സും ഓജസ്സും എല്ലാം കണ്ട് രസിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ അപ്പ ഉണ്ടാകും സന്തോഷം. നിന്നെ ഈ രൂപഭാവത്തിൽ എന്ന് ഞാൻ കാണുന്നുവോ അന്ന് ഞാൻ നിന്നെ സ്പർശിക്കും. അതിനർത്ഥം ഞാനൊരു പെണ്ണല്ലെന്നാണോ? ഈ നിമിഷം വരെ അല്ല. പെണ്ണിനൊരു അടക്കവും ഒതുക്കവും വേണം. നിന്നെ പോലെ വാൾപ്പയറ്റ് ചെയ്യുന്നവൾ ഒരു പെണ്ണാണോ? ആദ്യം നീ ഒരു പെണ്ണാവ്, ബാക്കി പിന്നീടാവാം. നീ ഒരു ആണാണെന്ന് വിശ്വസിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്ന, പക്ഷെ നീ എന്നെ അവമാനിക്കാണ്. നീ ഒരു യജമാനാണെങ്കിൽ ഞാനൊരു യജമാനിയാണ്. ജ്വാലാബായ്, എരിച്ചു ചാമ്പല. എന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യ്. മീര, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. എന്റെ സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? നിന്റെ സൗന്ദര്യത്തിൽ സ്ത്രീത്വം വിളയുന്നില്ലടി. ഈ കൊട്ടാരത്തിൽ ഒരാണുണ്ട്, ഞാൻ അവനെ കണ്ടു. അവന്റെ പേര് മല്ലേഷ് ആണെന്ന്. എവിടെയാടാ അവനിപ്പോ? എടോ കണക്ക് പിള്ള, എന്ത് പെണ്ണാടോ ഇവള്? ഒരു പെണ്ണായാൽ അടക്കം ഒതുക്കും പേടിയൊക്കെ വേണം. ഇവളൊരു പെണ്ണാണോ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ യജമാനെ, വഴി കിടന്ന പ്രശ്നം തലേ കയറ്റി വെച്ച പോലെ ഉണ്ട്. എന്താടാ പറഞ്ഞ നീ? ക്ഷമിക്കണേ അറിയാതെ പറഞ്ഞു. എന്താടാ ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? ആണാന്ന് പറയാൻ ഇതിന്റെ അകത്ത് ഒരുത്തം പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരു ആൺ പോലും ഇല്ലല്ലേ? ഇന്ന് നിന്റെ കഥ കഴിഞ്ഞു. എന്റെ യജമാനെ കുറിച്ച് അറിയാതാണോ സംസാരിക്കുന്നത്? യജമാനെ ധൃതി കാണിക്കല്ലേ, ഒന്ന് ശാന്തനാകൂ. എടോ കണക്കപ്പിള്ള, കാട്ടില് പോയി മാനെ വേട്ടയാടാ വാ. ഇനി എന്ത് പറയാനാ, ഭാര്യയുടെ അടുത്ത് ഇതൊന്നും ചെലവാത്തത് കൊണ്ട് കാട്ടില് വേട്ടയാടാൻ പോവാ. ആരാടാ നിങ്ങളൊക്കെ? മലേഷ്, അല്ല നിന്റെ പേരെന്താടാ? മലേഷ് മല്ലേഷ്. അതെനിക്കറിയാം, പക്ഷെ നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം. ഇവിടെ എന്താടോ നടക്കുന്നത്? ഞാനിവരെ പയറ്റ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ തമ്മിൽ കളിക്കുമ്പോ എന്താടാ ഒരു രസം? പക്ഷെ പെണ്ണുങ്ങളുടെ കൂടെ പയറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ യജമാനത്തി. അതിന് എന്നെ പോലെ ഒരു പെൺകുട്ടിയോടെ കളിച്ചാലല്ലേ അറിയോ ജയിക്കുന്നത് എത്ര കഷ്ടമെന്ന്. ഇതുവരെ ഒരു ജയവും എന്നെ ജയിച്ചിട്ടില്ല. യജമാനത്തി, യജമാനെ ഞാൻ ആരാണടാ? മാലാഖയെ പോലെയാണ്. അപ്പൊ നിങ്ങൾക്കോ? പിന്നെ എന്താടാ ആലോചിക്കുന്ന? പറയുന്നത് അനുസരിക്ക് യജമാനത്തി. പിന്നെ എന്തെങ്കിലും പ്രശ്നമാവും? നിങ്ങൾ ചോദിച്ചാലാണ് പ്രശ്നം, ഞാൻ ചോദിച്ചാലില്ല.
എല്ലാവരും കാതടച്ചേ. എനിക്ക് നിന്നെ ഇഷ്ടമായിടാ. ഞാൻ നിന്നെ വിടില്ല. നീ സമ്മതിക്കേ ഈ കൊട്ടാരത്തിന്റെ യജമാനനാക്കാം. എന്റെ അടുത്ത് തോറ്റതോർത്ത് നീ വിഷമിക്കണ്ട. നീ ജയിക്കേണ്ട സ്ഥലം വേറെയാണ്. അവിടെ നീ ജയിച്ചേ പറ്റൂ. എന്താടോ കണക്കപ്പിള്ള തനിക്കൊരു മൗനം? മാനെ തിന്നുന്നോ, പുലിയെ തിന്നുന്നോ, അതോ കാട്ടുപന്നിയെ തിന്നുന്നോ, അതോ എന്നെ കൊന്നു തിന്നുന്നോ? തനിക്ക് എന്താ വേണ്ട? ഞാൻ എന്ത് കഴിക്കാൻ ആഗ്രഹിച്ചാലും ഇതെന്നെ തടയും. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തത് എല്ലാം അനുഭവിക്കാനല്ലേ? താനൊക്കെ എന്തിനാടോ ജനിച്ചേ? യജമാന്റെ തലയിലുള്ള വല എനിക്കില്ലാതെ പോയി. എടോ കണക്കെ ആരോടോ ഇവള്? ഇതൊരു പെണ്ണാണോ? ഇതൊരു പെണ്ണാണോ? ദേവതമാരാരെങ്കിലും ഭൂമിയിൽ സഞ്ചരിക്കുമോടോ? ഇനിയിപ്പോ ദേവതയാണെങ്കിൽ നീ വെറുതെ വിടില്ലല്ലോ. ആരാടി നീ? നീ എവിടുത്തെ കാര്യാ? വേഗം പറയടി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടി. നിനക്ക് ആരുമില്ലെങ്കിൽ പറഞ്ഞോ, എന്റെ രാജ്യം തന്നെ നിനക്ക് സ്വന്തം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഭരിക്കാവടി. ഞാൻ നിന്നെ സന്തോഷത്തോടെ നോക്കിക്കോളാം. എന്റെ കൂടെ പോര്. വാ, എന്റെ കൂടെ വാ. ഞാൻ നിന്നെ റാണിയാക്കാം. എന്റെ റാണിയാക്കാം നിന്നെ. വാ വാ.